മെയ് 4-നാണ് ഇലക്ഷൻ റിസൾട്ട് വരാൻ പോകുന്നത്. പക്ഷേ മെയ് 2-ന് ഡിഗ്രി പ്രിലിംസ് എക്സാം നടക്കാൻ പോകുന്നു. അപ്പൊ എല്ലാവരുടെയും ഡൗട്ട് ഇതാണ്, നമുക്ക് ഒരുപാട് കമന്റ്സും ബാക്കിയെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്, മെയ് 2-ന്റെ എക്സാം മാറ്റിവെക്കാൻ ചാൻസ് ഉണ്ടോ? എന്താണ് അഭിപ്രായം? ഒരിക്കലും മാറ്റിവെക്കാൻ സാധ്യതയില്ല എന്നുള്ളത് വളരെ ഡയറക്റ്റ് ആയിട്ട് ആദ്യമേ തന്നെ പറയട്ടെ. കാരണം ഈ കുട്ടികളുടെ കമന്റുകൾ കാണുമ്പോൾ ഇവര് ഭയങ്കര പാനിക്കായിട്ടിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ പറയുകയാണ്, എക്സാം മാറ്റിവെക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് PSC യിൽ നിന്ന് അറിയേണ്ട കാര്യമാണ്, ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത്. അതിന് അങ്ങനെ പറയാനുള്ള കാരണം ഇതാണ്. ഇപ്പൊ ഒരു MLA ഇലക്ഷൻ നടക്കുമ്പോൾ MLA കോൺസ്റ്റിറ്റ്യുവൻസിക്ക് അകത്തിൽ താലൂക്ക് ബേസ് ചെയ്തൊക്കെയാണ് സാധാരണ ഇതിൽ സ്ട്രോങ് റൂമുകൾ വരിക. അതായത് ഈ വോട്ടെണ്ണിയ മിഷൻ, വോട്ടിംഗ് നടന്ന മെഷീനൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സ്ട്രോങ് റൂമുകൾ വരുന്നത് ഒരു സ്കൂളിലോ മറ്റുമായിരിക്കും. അപ്പൊ അതിനുവേണ്ടി ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ, പ്രത്യേകിച്ച് 2 ഘട്ടമൊക്കെ നടക്കുന്ന ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ മാറ്റിവെക്കേണ്ട ഒരു കാര്യവുമില്ല. അതേപോലെ തന്നെ നമ്മുടെ മാർച്ച് 29-ാം തീയതി നടക്കാൻ പോകുന്ന ദേവസ്വം പരീക്ഷകൾ മാറ്റിവെക്കേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ പിന്നെ എന്തായിരിക്കും ഇവരിങ്ങനെ പാനിക് ആയിട്ട് ചിന്തിക്കും? അതായത് കുട്ടികൾ ആലോചിക്കുന്ന ഇങ്ങനെയാണ്, അവർക്ക് കുറച്ച് ദിവസം പഠിക്കാൻ കിട്ടിയാൽ നല്ലതായിരിക്കും, എപ്പോഴങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ മക്കളെ ഈ പറഞ്ഞ കണക്ക് തന്നെയാണ്. ഇപ്പൊ ഞാനിപ്പോ തിരുവനന്തപുരം എടുക്കാം. ഇപ്പൊ തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 2 സ്കൂളിലോ അല്ലെങ്കിൽ 3 സ്കൂളിലോ ഒക്കെ ആയിരിക്കും മൊത്തം ഈ വോട്ട് ചെയ്യുന്ന ബാലറ്റ് പേപ്പർ അല്ല, ഇപ്പൊ മറ്റേ മെഷീൻ കൊണ്ട് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ കോട്ടൺ ഹിൽ സ്കൂളും അതേപോലെ തന്നെ വെള്ളനാട് സ്കൂളും അങ്ങനെയുള്ള ഒരു ജില്ലയിലെ ഒരു മാക്സിമം പോയാൽ ഒരു 4-5 സ്കൂളുകൾ, എത്ര കോൺസ്റ്റിറ്റ്യുവൻസികൾ ഉണ്ടോ അതുമായി ബന്ധപ്പെട്ട സ്കൂളുകളിൽ മാത്രം ഒരു സ്കൂളിലൊക്കെ ആയിരിക്കും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എക്സാം നീട്ടി വെക്കേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല. അപ്പൊ നമ്മളിപ്പോ ചിന്തിക്കുന്നത് എന്താണ്, മെയ് 2 നോക്കുകയാണെങ്കിൽ ഇനി നമ്മുടെ മുമ്പിൽ ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന മാർച്ച് 16-നാണ് സംസാരിക്കുന്നത്. ഈ മാസം ഒരു 15 ദിവസമുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഏപ്രിൽ നോക്കുകയാണെങ്കിൽ 30 ദിവസമുണ്ട്, 45 ദിവസം. മെയ് 1 ഒരു ദിവസം, 46 ദിവസം. സോ നിങ്ങളുടെ മുമ്പിൽ 46 ദിവസം ഈ എക്സാമിനെ ക്രാക്ക് ചെയ്യാനുണ്ട്. നിങ്ങൾ അത് മാത്രമേ ചിന്തിക്കാം. 46 ദിവസം. ഈ 46 ദിവസം കൊണ്ട് നമുക്ക് എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാം. നമ്മൾ പറ്റുമെന്ന് വിചാരിച്ചാൽ ഒക്കെ ഉറപ്പായിട്ടും പറ്റും. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു വീട് വൃത്തിയാക്കാനായിട്ട് നമ്മുടെ മുമ്പിൽ 30 ദിവസം സമയമുണ്ട്. ഓക്കെ, മാത്രമല്ല മറ്റൊരാളോട് പറയണം ഒരു ദിവസം കൊണ്ട് വൃത്തിയാക്കാം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ 30 ദിവസം കൊടുക്കുന്നവനും അവസാനമായിരിക്കും അവൻ ഏറ്റവും നന്നായിട്ട് എഫേർട്ട് കൊടുക്കുന്നത്. മറ്റവനാണെങ്കിലും ഒരു ദിവസം മാത്രമേ സമയമുള്ളൂ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്ത് ആ വീട് മൊത്തം വൃത്തിയാക്കാം. ഇത്രയേ ഉള്ളൂ മനസ്സിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. സോ 45 ദിവസം അല്ലെങ്കിൽ 46 ദിവസം നിങ്ങളുടെ മുമ്പിൽ കിടപ്പുണ്ട്. ഈ 46 ദിവസം ആവശ്യമുള്ളത് മാത്രം പഠിച്ചുകൊണ്ട്, ഇപ്പൊ നമ്മുടെ സൂപ്പർ നോട്ട്സ് തന്നെ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. 50 ദിവസം ഒരു പക്കായിട്ടുള്ള സ്റ്റഡി പ്ലാൻ. അതിനകത്ത് ഒരു ദിവസം ഒരു ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ മതി. ഒരു ടോപ്പിക്ക് GK ടോപ്പിക് ആണെങ്കിൽ ഒരു ദിവസം ഒരു ടോപ്പിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ആ ഇമ്പോർട്ടന്റ് ഏരിയാസ് മൊത്തം നമുക്ക് അതിനകത്ത് കവർ ചെയ്യാൻ പറ്റും. സോ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നോക്കിയാൽ അവിടെ 50 മാർക്കാണ് വരുന്നത്. അതിനകത്ത് ഒരു 37 മാർക്ക് എല്ലാവർക്കും കിട്ടും. വലിയ പാടൊന്നും വരത്തില്ല. തീർച്ചയായിട്ടും 37 മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു നോട്ട് ഉണ്ട്. അതിനകത്ത് ഒരു 7 മാർക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാം. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ 44 മാർക്ക്. ബാക്കി GK മൊത്തം നോക്കുകയാണെങ്കിൽ അവിടെ 40 മാർക്കാണ് നടക്കുന്നത്. ഫുള്ള് വേണ്ട, അതിന്റെ പകുതി എടുത്തു, 64 മാർക്കായി. സോ ഈ ആവശ്യമുള്ളത് മാത്രം പഠിച്ചാൽ 64+ മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യും. ഇന്ന് വരെയുള്ള ഒരു ഡിഗ്രി പ്രിലിംസ് എക്സാമിലും അത്രയൊന്നും കട്ട് ഓഫ് വന്നിട്ടില്ല. അതായത് ഒരു സേഫ് സോൺ എന്ന് പറയാനായിട്ട് പറ്റുന്നത് 60 മാർക്ക്. ഒരു 60 മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു കുട്ടി ഉറപ്പായിട്ട് മെയിൻസിന് വേണ്ടി റിസൾട്ട് വെയിറ്റ് ചെയ്യാതിരുന്ന് പഠിക്കാം. തീർച്ചയായിട്ടും. അതായത് കഴിഞ്ഞ കമ്പനി ബോർഡ്സിന്റെ കട്ട് ഓഫ് വന്നത് 43 ആ റേഞ്ചൊക്കെയാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. സെക്രട്ടറിയുടെ കട്ട് ഓഫ് തന്നെ 50-ന് താഴെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എപ്പോഴും കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസുകളെ മൊത്തം അനലൈസ് ചെയ്ത് നോക്കിയാൽ 40-നും 50-നൊക്കെ ഇടയ്ക്കാണ് എപ്പോഴും കട്ട് ഓഫ് നിൽക്കുന്നത്. അപ്പോൾ ആ ഈസി മാർക്കൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളെ എക്സാം ഡേറ്റ് നീട്ടി കിട്ടുമോ, കുറച്ചും കൂടെ ദിവസം കിട്ടിയിരുന്നെങ്കിൽ പഠിക്കാമായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നാളെയും അതൊന്നും പഠിക്കാതെ തന്നെ മുമ്പോട്ട് പോകും. സോ ഉള്ള സമയം ഏറ്റവും നന്നായിട്ട് നിങ്ങൾ യൂസ് ചെയ്തോ. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എക്സാം മാറ്റി വെക്കുമോ, എക്സാം നീട്ടി വെക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ എക്സാം മാറ്റി വെക്കാനായിട്ട് എന്താ സംസാരിക്കാത്ത, അതൊന്നും ഒരു കാര്യമില്ല. കാര്യം PSCയെ സംബന്ധിച്ച് അവർക്ക് ഇത്രയും വലിയ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടൊരു മെക്കാനിസം അവർക്കുണ്ട്, ഒരു മെഷീനറി അവർക്കുണ്ട്. അവർക്ക് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ അറിയാം, കൃത്യമായിട്ട് ഒരു പിഴവ് പോലും ഇല്ലാതെ എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് നന്നായിട്ട് അറിയാം. അതായത് ഞാൻ ഈ പിഴവെന്ന് പറയുമ്പോൾ അവിടെ SSC നോക്കാം. SSC ആണ് ഇപ്പൊ ഒരുപാട് ഇഷ്യൂസും ബാക്കിയെല്ലാം നടക്കുന്നത്. പക്ഷേ ആ ഇഷ്യൂസ് ഒന്നും തന്നെ ആർക്ക് വരുന്നില്ല, CSCക്ക് വരുന്നില്ല. കാര്യം അത്രയും സ്ട്രക്ചേർഡ് ആണ് അവരുടെ മെഷീനറി വരുന്നത്. ഓക്കെ, അപ്പൊ അവർക്ക് ഇത്രയും സ്കൂളുകളുമായിട്ട് അവർക്ക് ടൈപ്പ് ഉണ്ട്. അവർക്ക് ഒരു സ്കൂൾ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിൽ എക്സാം അവർക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല വെൽ പെയ്ഡ് ആണ്. അവർ ഓരോ സ്കൂളിനും പേയ്മെന്റ് കൊടുക്കുന്നു. അപ്പൊ അവർ ചോദിച്ചാൽ ഒരു സ്കൂളും നോ എന്നൊരു സാധനം പറയത്തില്ല. അവർക്ക് എക്സാം നന്നായിട്ട് അവർ കണ്ടക്ട് ചെയ്യാൻ അറിയാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക, നമ്മുടെ പ്രിപ്പറേഷനിൽ മാത്രം ഫോക്കസ് ചെയ്യുക. എലക്ഷൻ ബാക്കിയെല്ലാം വരും പോകും, എല്ലാം സംഭവിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഏപ്രിൽ 9
9-ന് നിങ്ങളെ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയിൽ പോയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു പാർട്ടിയിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ സമ്മതിദാന അവകാശം ഉറപ്പായിട്ട് വിനിയോഗിക്കുക. അതിൽ ഇടപെടുക, രാഷ്ട്രീയത്തിൽ ഇടപെടുക. രാഷ്ട്രീയത്തിൽ നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ ഒരു സമയത്ത് രാഷ്ട്രീയം നമ്മളിലേക്ക് തിരിച്ചിടപെടും. ഓക്കെ, അപ്പൊ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം ആർക്കാണോ നിങ്ങൾക്ക് വോട്ട് കൊടുക്കേണ്ടത് അവർക്ക് വോട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മണിക്കൂർ മാക്സിമം സമയം എടുക്കുക. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സമയം ഫുള്ള് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഫോക്കസ് ചെയ്തോ. എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം കൂടി ഒന്ന് പറയട്ടെ. അതായത് ഇനിയുള്ള ഒരു സ്ട്രാറ്റജി, ഇനിയുള്ള ദിവസങ്ങളിലെ സ്ട്രാറ്റജി എന്തായിരിക്കണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് 46 ദിവസമാണ് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഇനിയുള്ള സമയം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം കുട്ടികളുടെ മനസ്സിലുള്ള ഡൗട്ടാണ്. പക്ഷെ അവിടെ ഈ ഇലക്ഷൻ കൂടെ കയറി വരുമ്പോൾ ഒന്ന് ശ്രദ്ധയോടുകൂടി വേണം അതിനെ കൈകാര്യം ചെയ്യാൻ. കാരണം ഇലക്ഷൻ ആണ്, ഇലക്ഷൻ മൂഡാണ്, ചർച്ചകൾ, പ്രശ്നങ്ങൾ ഇതൊക്കെ ഇനിയും മാറിക്കൊണ്ടേയിരിക്കും. പല കാലുവാരലുകളൊക്കെ ഇനി ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകും. ഇതിനകത്തിലൊക്കെ നമ്മുടെ കുട്ടികൾ കയറി ഇടപെട്ടാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അതായത് ഒരു എക്സാമിന് നന്നായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന, വളരെ കൂടുതൽ സമയം പഠനത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് പിന്നീടുള്ള സമയം, അവസാന സമയം, ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളം കൊറിയിട്ട് കലമടയ്ക്കുന്നത് പോലെ അവസാനം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ കോൺഷ്യസ് ആയിട്ട് മാത്രം സാറ് പറഞ്ഞതുപോലെ ഇലക്ഷന്റെ ഡേയിൽ വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഡിസിഷൻ അത് മാത്രമാക്കി നിങ്ങൾ ഇലക്ഷനെ കണ്ടുകൊണ്ട് ബാക്കി മുഴുവൻ സമയവും ഈ തിരക്കുകളിൽ നിന്ന് മാറി പഠനത്തിന് വേണ്ടി മാറ്റിവെക്കാം. ഇനി നിങ്ങൾ സിലബസിന്റെ 1 തുടങ്ങി അവസാനം വരെ പഠിക്കാനായിട്ടാണ് വിചാരിക്കുന്നതെങ്കിൽ ഒരിക്കലും കവർ ചെയ്യാൻ പറ്റത്തില്ല. പകരം എന്ത് ചെയ്യുക, ഹോട്ട് ടോപ്പിക്സ് മാത്രം ഐഡന്റിഫൈ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. GK-യിൽ നിന്ന് ഇംഗ്ലീഷും മാത്സും മലയാളവും പാരലലി കൊണ്ടുപോവുക. അപ്പം സാറ് പറഞ്ഞതുപോലെ ഒരു 60 മാർക്കിലേക്കൊക്കെ എത്തിയാൽ പിന്നെ ചിന്തിക്കേ വേണ്ട. ഒരു 50-55 മാർക്ക് കൂടുതലൊന്നും കട്ട് ഓഫ് ആൻ ഒരു സാധ്യതയും ഇല്ല. 60 ഒക്കെ എത്തിയാൽ പിന്നെ സേഫ് ആണ്, ഡബിൾ സേഫ് ആണ്, ഒന്നും പറയാനില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഭാഗങ്ങൾ എടുക്കുക. പിന്നീട് നിങ്ങൾ റിവിഷൻ പ്രോപ്പർ ആയിട്ട് ചെയ്യണം. പരമാവധി എക്സാമുകൾ നിങ്ങൾക്ക് എത്രത്തോളം എക്സാം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എക്സാം ചെയ്യണം. അപ്പൊ ഇതേ സ്ട്രാറ്റജി ബിൽഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പുതിയ ബാച്ച് വരാൻ പോകുന്നത്. നല്ല സാർ, അതായത് ആ ബാച്ചിനെ കുറിച്ച് പറയുമ്പോൾ മക്കളെ ആവശ്യമുള്ളത് മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് ഈ എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളിപ്പോ അടുത്ത മാസം April 14 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ സൂപ്പർ നോട്ട്സിൽ നിന്ന് 180-ലധികം കുട്ടികളാണ് ആ റാങ്ക് ലിസ്റ്റിൽ വരാൻ പോകുന്നത്. അതിനകത്ത് ഏറ്റവും അധികം കോൺട്രിബ്യൂഷൻ കൊടുത്തൊരു ബാച്ച് നമ്മുടെ കില്ലർ ബാച്ചായിരുന്നു. അടിപൊളി ഒരു ബാച്ചായിരുന്നു. ഒക്കെ അതായത് അവസാന നിമിഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു ബാച്ചാണ്. ആവശ്യമുള്ളത് മാത്രമാണ് അതിനകത്ത് നമ്മൾ പഠിപ്പിച്ചത്. അതിന്റെ ഫ്രീ നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഇംഗ്ലീഷ് നോട്ട്സ് കൊടുത്തിട്ടുണ്ടാകാം. നിങ്ങൾക്ക് ഇപ്പോഴും ആ ടെലിഗ്രാം നോട്ട്സ് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അത് ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ നിന്ന് GK ഏരിയ മാത്രം 34+ ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് വന്നത്. ഓക്കെ, അപ്പൊ ആവശ്യമുള്ളത് മാത്രം പഠിച്ചുകൊണ്ട് അന്ന് ഞങ്ങളുടെ കുട്ടികൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആ റാങ്ക് ലിസ്റ്റിനകത്ത് വന്നു. അപ്പൊ അതിന്റെ സെക്കൻഡ് വെർഷൻ, അതായത് കില്ലർ 2 ബാച്ച്, ഇപ്പൊ വരുന്ന ഡിഗ്രി പ്രിലിംസിന്റെ ക്രാഷ്, ആവശ്യമുള്ളത് മാത്രം പഠിച്ചുകൊണ്ട് മെയിൻസിലേക്ക് നിങ്ങളെ നയിക്കുന്ന കില്ലർ 2 ബാച്ച് ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് March 20 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു അറ്റംപ്റ്റ് കൊടുക്കാൻ നിങ്ങൾ റെഡിയാണോ? അവസാന അറ്റംപ്റ്റ് ഏറ്റവും സൂപ്പർബായിട്ട് കൊടുക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ജോയിൻ ചെയ്തോടാം. ആവശ്യമുള്ളത് മാത്രം, ആവശ്യമുള്ള 50 ടോപ്പിക്കുകൾ മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് ഈ എക്സാമിനെ പിടിച്ചടക്കാം. ഒരു ഡൗട്ടും അതിനകത്തില്ല. അതിനകത്ത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ഫുൾ അതിനകത്ത് കാണും. കാര്യം അതിനകത്ത് ഒന്നും ഒഴിവാക്കാനില്ല. GK ഏരിയാസ് വരികയാണെങ്കിൽ ആവശ്യമുള്ള ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചറിനൂടെ ചേർത്ത് ആവശ്യമുള്ള 50 ടോപ്പിക്കുകൾ മാത്രം. സോ അവസാന നിമിഷം നല്ലൊരു അറ്റംപ്റ്റ് കൊടുക്കാൻ റെഡിയാണെങ്കിൽ മക്കളെ കൂടെ കൂടിക്കോ. വളരെ കുറച്ച് പേർക്ക് മാത്രമേ അതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഡിഗ്രിയുടെ സൂപ്പർ നോട്ട്സിന്റെ ലാസ്റ്റ് ബാച്ചാണ്. ഇനി ഒരു ബാച്ച് കാണത്തില്ല. വെറും 250 പേർക്ക് മാത്രമേ അതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ. നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ഉറപ്പിച്ചോ. അടിപൊളിയായിട്ട് നമുക്ക് അവിടെ പഠിക്കാം. ഓക്കെ, ഈ ബാച്ചിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഒരു ടെസ്റ്റ് സീരീസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതായത് 999 രൂപ വില വരുന്ന ടെസ്റ്റ് സീരീസ് ഇതിനോടൊപ്പം ഫ്രീ ആയിട്ട് കിട്ടും. ഏതാണ്ട് 15ഓളം ഫുൾ ലെങ്ത് എക്സാമുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. PYQ എക്സാം മുഴുവൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നീട് അതുകൂടാതെയുള്ള ടോപ്പിക് വൈസ് എക്സാമുകളൊക്കെ കാണും. അപ്പൊ എത്രത്തോളം ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചോദ്യം ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റിയും കാണും. അതോടൊപ്പം തന്നെ ആദ്യം നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കാം. അതായത് ഈ ബാച്ച് മിക്കവാറും നമ്മൾ ഈ ഒരു അഡ്മിഷൻ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫിൽ ആവും. അപ്പൊ ആദ്യം നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവും. ആ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. അല്ലെങ്കിൽ നേരെ ആപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്പിൽ ഡൗൺലോഡ് ചെയ്ത് അവിടെ കയറി നേരിട്ട് പർച്ചേസ് ചെയ്യാനും പറ്റും. അപ്പൊ ഈ ഒരു മെത്തേഡിലൂടെ ആദ്യം നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് ഉറപ്പിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫില്ല് ആവും. കാരണം നമ്മുടെ ലാസ്റ്റ് ബാച്ചുകളൊക്കെ വളരെ സ്പീഡിലാണ് ഫില്ലായി പോയി. തീർച്ചയായിട്ടും. മാത്രമല്ല നമ്മൾ ഇനി ഒരു ഡിഗ്രി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളാം. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ. നിങ്ങളെ സീറ്റ് ഉറപ്പിക്കാനായിട്ട് താഴെയുള്ള ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോ. ഒരു കാര്യം കൂടെ പറയാം, എക്സാം മാറ്റി വയ്ക്കോ അല്ലെങ്കിൽ പഠിക്കോ അങ്ങനെ ഒന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാം, നമ്മുടെ ഭാവി സെക്യൂർ ആക്കാനായിട്ട് എപ്പോഴും എഫേർട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. എല്ലാം ഒരു സമയത്ത് ഓക്കെ ആവും. ക്ലാസിക്കാണ്.